नमस्ते बच्चों। पिछले क्लास में हमने एक एकांकी के कुछ भाग पढ़ाया। हमारा एकांकी का नाम मानव की सूंझ। इस एकांकी के पात्र कौन कौन है? यहाँ एक बम्बर शेर, यमराज, यमदूत और धीरज नामक एक व्यक्ति। यहाँ क्या हुआ? यहाँ एक बम्बर शेर मरने के बाद यमलोक पहुँचा और यमराज उससे पूछा, तुम्हें कौन मारा? तो बम्बर शेर कहा, एक मानव ने मुझे मारा। तब यमराज पूछा, दो पैरों वाले तुम्हें मारा? तब शेर कहा, दो पैरों वाले है तो, लेकिन उसके पास अक्कल है। എന്താണ് അക്കൽ എന്ന് പറഞ്ഞാൽ വിസ്ഡം, ബുദ്ധി. അയാളുടെ കയ്യിൽ ബുദ്ധിയുണ്ട്. और बम्बर शेर मानव की प्रशंसा करते हैं और ये सुनकर यमराज को कहा, उस मानव को यहाँ जीवन से लेकर आना है। और उसने यमदूत से कहा, एक मानव को यहाँ लेने को कहा। तो वो यमदूत धरती में जाकर धीरज नामक एक व्यक्ति को लेकर यमलोक पहुँचा। अब हम तृतीय दृश्य देखिए, पेज नंबर 53। तृतीय दृश्य, यमराज का दरबार, यमदूतों के साथ धीरज खड़ा है। യമരാജ് കാ ദർബാർ, ദർബാർ എന്ന് പറഞ്ഞാൽ കൊട്ടാരം. യമരാജാവിൻ്റെ കൊട്ടാരത്തിൽ യമദൂതോं के साथ धीरज खड़ा है. അവിടെ ധീരജിൻ്റെ കൂടെ ആരുണ്ട്? യമദൂതന്മാരും ഉണ്ട്. അവരവിടെ നിൽക്കുകയാണ്. ധീരജ്, महाराज मैं कल ब्रह्मा जी से मिला था, उन्होंने आपके नाम पर्ची देकर कहा, यमदूत तुम्हें लेकर यमलोक जाएंगे, तब तुम यह पर्ची यमराज जी को दे देना है. यहाँ धीरज एक पर्ची लेकर यमलोक में आया और धीरज कहा, महाराज मैं कल ब्रह्मा जी से मिला था. महाराजावे ഞാൻ കഴിഞ്ഞ ദിവസം ആരെ കണ്ടിരുന്നു? ബ്രഹ്മാവിനെ കണ്ടിരുന്നു. ഉന്നോനെ ആപ്കെ നാം പർച്ചി ദേക്കർ കഹ, അദ്ദേഹം അങ്ങയുടെ പേരിൽ ഒരു പർച്ചി എന്ന് പറഞ്ഞ ഒരു സ്ലിപ്പ് തന്നിട്ടുണ്ട്. യമദൂത് തുമേ ലേക്കർ യമലോക് ജായേഗെ, തബ് തും യേ പർച്ചി യമരാജിക്കോ ദേ ദേന, അതായത് നിന്നെ യമദൂതന്മാർ യമലോകത്തിൽ കൊണ്ടുപോകും, അപ്പോൾ നീ ഈ പർച്ചി, ഈ സ്ലിപ്പ് ആർക്ക് നൽകണം? യമരാജന് നൽകണം എന്ന് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്. धीरज अपनी जेब में हाथ डालकर पर्ची निकालता है और यमराज को देता है. ധീരജ് अपनी जेब, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കൈയിട്ടിട്ട് എന്തെടുത്തു? ഡാൽക്കർ पर्ची निकालता है, ആ സ്ലിപ്പ് എടുത്തു. और यमराज को देता है, യമരാജാവിന് ആ സ്ലിപ്പ് കൊടുത്തു. यमराज ये क्या? ब्रह्मा जी ने तो लिखा है कि यह व्यक्ति यमराज की गद्दी पर बिठा दिया जाए और तुम स्वयं द्वारपाल बनकर खड़े हो जाए. लगता है कि मृत्युलोक के इस प्राणी का ब्रह्मा जी के साथ सीधा संबंध है. यमराज ये क्या? അദ്ദേഹം ആ സ്ലിപ്പ് വായിക്കുകയാണ്. ब्रह्माजी ने तो लिखा है कि ये व्यक्ति यमराज की गद्दी पर बिठा दिया जाए. അതായത് ഈ വന്നിരിക്കുന്ന വ്യക്തി, അതായത് ധീരജ് എന്താവണം? യമരാജാവിൻ്റെ സിംഹാസനത്തിൽ, ഗദ്ദി പർ ബിട്ടാ ദിയ, അതായത് സിംഹാസനത്തിൽ ഇരിക്കണം. और तुम स्वयं द्वारपाल बनकर खड़े हो जाए. അതേസമയം യമരാജാവ് എന്താവണം? ദ്വാർപാൽ, ഗേറ്റ് കീപ്പർ ആയിട്ട് മാറി അവിടെ നിൽക്കാനും പറഞ്ഞിട്ടുണ്ട്. लगता है कि मृत्युलोक के इस प्राणी का ब्रह्मा जी के साथ सीधा संबंध है. എന്താണ് ഈ മൃത്യുലോക്? ഈ ഭൂമിയിലുള്ള ഈ പ്രാണി എന്ന് പറഞ്ഞാൽ ഇവിടെ ധീരജ്, അദ്ദേഹത്തിന് ബ്രഹ്മാവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ധീരജ് ജോർദാർ ആവാസ് മേ അരെ യമരാജ്, ധീരജ് വളരെ ഉച്ചത്തിൽ വിളിക്കുകയാണ്, അരെ യമരാജ് ബ്രഹ്മാജി കാ ആദേശ് സമജ് മേ ആയാ ഹൈ കി നഹി, इस पर शीघ्र कार्यवाही करो और यह സിംഹാസൻ ചോഡ്കർ ദ്വാർപാൽ ബൻ ജാവോ. എന്താണ് പറയുന്നത്? അല്ലയോ യമരാജാവേ, അങ്ങ് ബ്രഹ്മാജിയുടെ നിർദ്ദേശം മനസ്സിലായില്ലേ? ഇസ് പർ ശീഘ്ര കാര്യവാഹി കരോ, അതേക്കുറിച്ച് മനസ്സിലായില്ലേ? അത് നിങ്ങൾ പാലിക്കുക, ജോലി ചെയ്യൂ. और ये സിംഹാസൻ ചോഡ്കർ ദ്വാർപാൽ ബൻ ജാവോ, അങ്ങ് ഈ സിംഹാസനത്തിൽ നിന്ന് മാറിയിട്ട് ദ്വാർപാലകനായിട്ട് ജോലി ചെയ്യൂ. യമരാജ് ഘബരാത്തെ ഹുയി പർ, അദ്ദേഹം ഭയപ്പെട്ടു. എന്നിട്ട് ചോദിക്കുകയാണ്, ധീരജ് ലാപ്ടോപ്പ് खोलता है. അപ്പോൾ ധീരജ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പ് തുറന്നു. उसकी स्क्रीन पर ब्रह्मा जी का चित्र आ जाता है और लिखा होता है आदेश का शीघ्रातिशीघ्र पालन हो.
അദ്ദേഹം ധീരജ് അദ്ദേഹത്തിൻ്റെ കയ്യിലെ ലാപ്ടോപ്പ് തുറന്നു. ഉസ്കി സ്ക്രീൻ പർ ബ്രഹ്മാജി കാ ചിത്ര ആ ജാത്താ ഹൈ, അവിടെ ബ്രഹ്മാവിൻ്റെ ചിത്രം വരുന്നു. ഓർ ലിഖാ ഹോത്താ ഹൈ, അവിടെ എഴുതിയിട്ടുണ്ട് ആദേശ് കാ ശീഘ്രാതിശീഘ്ര പാലൻ കോ, അതായത് നിന്റെ ഡ്യൂട്ടി, അതായത് ഞാൻ തന്നിട്ടുള്ള നിർദ്ദേശം പാലിക്കൂ, ബ്രഹ്മാവ് പറയുന്നതായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. യമരാജ് ചട്പട്ട് ആപ് ഇസ് ഗദ്ദി പർ ബൈഠിയെ മേ ദ്വാർ പർ ജാത്താ ഹും, യമരാജ് പെട്ടെന്ന് തന്നെ, ചട്പട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്നും അതായത് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് ധീരജിനോട് അവിടെ ഇരിക്കാനും അദ്ദേഹം മേ ദ്വാർ പർ ജാത്താ ഹും, ഞാൻ ദ്വാർ അതായത് ഡോറിൻ്റെ വാതിക്കിലേക്ക് പോവുകയാണെന്നും പറയുന്നു. ധീരജ് മൻ ഹി മൻ മുസ്കുരാത്തെ ഹുയി, മനസ്സിൽ ചിരിച്ചുകൊണ്ട് ധീരജ് പറയുകയാണ് അരേ ഏതോ കമാൽ ഹോ ഗയാ മേരാ തീർ ടീക് നിശാനെ പർ ലഗ, അദ്ദേഹം മനസ്സിൽ പറയുകയാണ് ഏതോ കമാൽ, ഇത് നല്ലൊരു കാര്യമാണ്, മേരാ തീർ ടീക് നിശാനെ പർ ലഗ, എൻ്റെ ബാണം കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് കൊണ്ടത് എന്ന് മനസ്സിൽ പറഞ്ഞു. ധീരജ് വാ അബ് മേ യമരാജ് ഹൂം ജോർ ജോർ സെ ഹസ്താ ഹെ, ധീരജ് സിംഹാസനത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു വാ അബ് മേ യമരാജ് ഹൂം, ഇനി ഞാനാണ് യമരാജാവ്. തബി ഏക് ഓർ സെ ബ്രഹ്മാജി കാ പ്രവേശ്, द्वार पर द्वारपाल के रूप में यमराज को कड़े देकर वे चौक पड़ते हैं, ആ സമയത്താണ് അവിടേക്ക് ബ്രഹ്മാവിൻ്റെ പ്രവേശനം ഉണ്ടായത്. ദ്വാർ പർ ദ്വാർപാൽ കെ രൂപ മേ യമരാജ് കോ കടേ ദേക്കർ വേ ചൗക്ക് പടുത്തേ ഹെ, അവിടെ ദ്വാരപാലകൻ്റെ രൂപത്തിൽ യമരാജിനെ കണ്ടപ്പോൾ ബ്രഹ്മാവ് ഞെട്ടി. ചൗക്ക് പടുത്തേ എന്ന് പറഞ്ഞാൽ ഞെട്ടി. ബ്രഹ്മാജി അരേ യേ ക്യാ മഹാരാജ് ആപ് ദ്വാർപാൽ കെ സ്ഥാൻ പർ, എന്താണ് ഇവിടെ കാണുന്നത്, അങ്ങ് മഹാരാജാവെ അങ്ങ് ദ്വാർപാലകൻ്റെ രൂപത്തിലോ എന്ന് ചോദിക്കുകയാണ്. യമരാജ് അപ്നെ ഹി തോ ധീരജ് നാം കെ വ്യക്തി കെ ഹാത്ത് ആദേശ് ലിക്കർ ഭേജാ ഹെ, അങ്ങനെയല്ലേ ധീരജ് എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ കയ്യിൽ നിർദ്ദേശിച്ച് ഒരു സ്ലിപ്പ് കൊടുത്തു വിട്ടത് ചോദിക്കുന്നു. ബ്രഹ്മാജി ഹെറാൻ ഹോത്തേ ഹുയി, മേനെ ഞെട്ടി, അദ്ദേഹം ഹെറാൻ ഹോത്തേ ഹുയി എന്ന് പറഞ്ഞാൽ ഞെട്ടിയിട്ട് ചോദിക്കും മേനെ ഞാനോ. യമരാജ് ബാപ്തെ ഹുയി തോ ഇസ്കാ അർത്ഥ യേ ഹുവാ കി വ്യക്തി ബഹുത് ഹി ചതുർ ദൂർ സ്വാർത്ഥി ഓർ കബഡി ഹെ, അദ്ദേഹം മനസ്സിലാക്കി ചിന്തിച്ചിട്ട് പറഞ്ഞു എന്താണ് ഈ ഇസ്കാ അർത്ഥ യേ ഹുവാ ജി കി വ്യക്തി ബഹുത് ഹി ചതുർ, ഈ മനുഷ്യൻ ഭയങ്കര ബുദ്ധിമാനും ധൂർത്തനും സ്വാർത്ഥിയും അതുപോലെ കപടനും ഒക്കെ ആണല്ലോ എന്ന് ഈ മാനവ്, അതായത് ധീരജ് എന്ന് പറഞ്ഞ വ്യക്തി വളരെ സാമർത്ഥ്യമുള്ള വ്യക്തിയാണെന്ന് യമരാജ് പറയുന്നു. ധീരജ് ബ്രഹ്മാജി കോ നതമസ്തക് ഹോ പ്രണാം കർത്താ ഹെ, ബ്രഹ്മാവിനെ ധീരജ് നമസ്കരിക്കുന്നു. നഹി നഹി പരം ആദരണി ബ്രഹ്മാജി की सृष्टि के उत्तम फूल की योग्यता सुनकर यमराज के कान पक गए थे, ഇവിടെ പറയുന്നു നഹി നഹി അങ്ങനെയല്ല, പരം ആദരണീയ അതായത് എത്രയോ ആദരണീയനായ എല്ലാവരും ആദരിക്കുന്ന ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്ക് ഉത്തം ഫൂൽ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഏറ്റവും മനോഹരമായ പൂവായ മനുഷ്യൻ की योग्यता सुनकर യമരാജ് കെ കാൻ പഗ്ഗേത്, അവരുടെ യോഗ്യതയെക്കുറിച്ച് കേട്ടിട്ട് യമരാജിൻ്റെ ചെവി ഭയങ്കര, അതായത് എപ്പോഴും ഇങ്ങനെ ഇവരെ ഗുണങ്ങൾ കേട്ടും മടുപ്പ് തോന്നിയിട്ടുണ്ട്. ഹമാരി ബുദ്ധിക്ക് പര കർണേ കെ ലിയെ മുझे ധർത്തി സെ സശരീർ ബുലായാ ഗയാ, ഞങ്ങളുടെ ബുദ്ധി, ഞങ്ങളുടെ അതായത് മനുഷ്യരുടെ ബുദ്ധിയെക്കുറിച്ചിട്ട് കേട്ടിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പരക്കർണേ കേലിയെ മുझे ധർത്തി സെ സശരീർ ബുൽവായാദ, അതായത് ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ബുദ്ധി അറിയാൻ വേണ്ടിയിട്ട്, ബുദ്ധിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഈ യമരാജ് ഞങ്ങൾ ഭൂമിയിൽ നിന്നും എന്നെ ജീവനോടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. തോ മുझे അപ്നി പരീക്ഷാമേ പാസ് ഹോനാ ഹി ഥാ, അതുകൊണ്ട് എനിക്ക് ഈ പരീക്ഷയിൽ പാസ്സാവണമായിരുന്നു. मैंने ये साबित कर दिया है कि मानव कितना बुद्धिमान और ശക്തിശാലി ഹേ, ഇതിലൂടെ ഞാൻ എന്ത് സ്ഥാപിച്ചു, സാബിത് കർണ സ്ഥാപിച്ചു, മാനവ് കിത്തന ബുദ്ധിമാൻ और ശക്തിശാലി, മനുഷ്യൻ എത്രമാത്രം ബുദ്ധിമാനും അതുപോലെ ശക്തിശാലിയുമാണെന്ന് ഞാൻ തെളിയിച്ചു. ബ്രഹ്മാജി പ്രസന്ന ഹോത്തെ ഹുയി, വാ വാ മാനവ്, അദ്ദേഹം ബ്രഹ്മാവിന് വളരെ സന്തോഷമായി അദ്ദേഹം പറയുകയാണ് ഹം തുമാരി യോഗ്യതക്കോ ദേഖ് പ്രസന്ന ഹുയി, ഞാൻ നിൻ്റെ യോഗ്യതയെ അതായത് നിൻ്റെ ബുദ്ധിയെക്കുറിച്ച് കണ്ടപ്പോൾ വളരെ സന്തുഷ്ടനായി. മാങ്കോ ക്യാ മാങ്തേ ഹോ, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. ധീരജ് വിനയപൂർവ്വക് മുझे ധർത്തി പർ ഭേജ് ദീജിയേ, വിനയപൂർവ്വം പറഞ്ഞു എന്നെ ഭൂമിയിലേക്ക് അയച്ചാലും. യമരാജ് മാനവ് തും സച്മേ പ്രശംസയ്ക്ക് യോഗ്യ ഹോ, നീ എന്തായാലും പ്രശംസയ്ക്ക് യോഗ്യനാണ്. ഹം തുമേ സാദർ ധർത്തി പർ ഭിജ്വാത്തെ, ഞാൻ എന്തായാലും നിന്നെ ഭൂമിയിലേക്ക് അയക്കും എന്ന് പറയുന്നു. യമദൂത് കെ സാത്ത് ധീരജ് കാ പ്രസ്ഥാൻ, അവിടെ നിന്നും യമദൂതന്മാരുടെ കൂടെ ധീരജ് പോകുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഏകാംഗി അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലെ അർത്ഥം നോക്കാം. ശബ്ദാർത്ഥ് ദുർബൽ, വീക്ക്, നീതി, റൂൾ, പ്രശംസ, പ്രൈസ്, ദണ്ഡ് വിധായക്, വൺ വൂ പനിഷസ്, പ്രസ്ഥാൻ, എക്സിറ്റ്, മൃത്യുലോക്, എർത്ത്,
पर्ची स्लिप द्वारपाल गेटकीपर शीघ्रातिशीघ्र एटवांस। अब पर्यायवाची शब्द देखिए, अक्लमंद बुद्धिमान, शक्तिशाली, बलवान ताकतवर, अहंकार घमंड अभिमान, आज्ञा आदेश निर्देश, चतुर कुशल निपुण, देव देवता सुर, दास नौकर सेवक, आदेश आज्ञा हुकुम, शेर सिंह वनराज। विलोम शब्द देखिए, प्रशंसा निंदा, प्रस्थान वापसी, अक्लमंद बेवकूफ, शीघ्र धीमा, परिचित अपरिचित, राजा रेख। बच्चों आप इस एकांगी का वाचन कीजिए और अर्थ और पर्याय विलोम शब्द लिखकर पढ़िए। धन्यवाद।